നീതിയും ന്യായവും നമ്മളിപ്പോൾ ആയതുകൊണ്ട് നമുക്ക് തന്നെ ആയിരിക്കും മന്ത്രികളില്ല. നിങ്ങൾ കണ്ടോ, നമ്മളൊരു ആദ്യം കരപ്പെട്ട നമ്മുടെ പരിമല ആശുപത്രി ഇന്നലെ ശമ്പളം കൊടുക്കട്ടെ. ഏകദേശം 16,000 രൂപകളാണ് അവർ വർദ്ധിപ്പിച്ചത്. 7,000 രൂപ മുതൽ 16,000 രൂപയോളം വർദ്ധിച്ചു. തൊട്ടടുത്ത രാജഗിരി ആശുപത്രിയിലേക്ക് നിങ്ങളെ തന്നെ സ്വന്തം അവർ 10,000 രൂപ എല്ലാവരും വർദ്ധിപ്പിച്ചു. അവർക്ക് ഇങ്ങനെ അവരുടെ അക്കൗണ്ടിൽ ആ ശമ്പളം വന്നു. ഇന്ന് അല്പം മുമ്പാണ് 6,500 രൂപ മുതൽ 14,000 രൂപ വർദ്ധിപ്പിച്ചു കൊടുത്തത്. അവിടുത്തെ സമയവും അവസാനിക്കുന്ന അവരുടെ അക്കൗണ്ടിൽ. അപ്പോൾ ഈ പറയുന്ന ശമ്പളം കൊടുക്കാൻ പറ്റാത്തതായിട്ട് ഉള്ള ആശുപത്രിയല്ല അല്ലേ? കാരണം അതിനേക്കാൾ വലിയ ആശുപത്രിയാണ് മെഡിക്കൽ കോളേജുണ്ട്. എല്ലാ സംവിധാനമുള്ള അവരാശുപത്രിക്ക് ഈ ശമ്പളം നൽകാൻ കഴിയാത്ത. മാത്രമല്ല, നമ്മൾ ഏത് ശമ്പളം ചെയ്യുന്നത് 2016 സുപ്രീം കോടതി, 2016 കേന്ദ്ര സർക്കാർ നിയോഗിച്ച ജഗദീഷ് പ്രസാദ് കമ്മിറ്റി പറഞ്ഞ ശമ്പളമാണ് 2026 നമ്മളെടുത്ത് മറ്റൊരു പ്രശ്നം തന്നെ നമ്മളിടയ്ക്ക് വളരെ ആക്റ്റീവായിട്ട് നിൽക്കും. പിന്നെ കുറച്ചുകൂടെ നമുക്ക് സാരമില്ല. അപ്പം അതിൻ്റെ ഭാഗമാണ് പലപ്പോഴും നമുക്ക് അപ്ഡേറ്റായിട്ട് പിന്തുടരാത്തത്, ആനുകൂല്യം കിട്ടുന്നത്. ഇനി എന്തായാലും ആ ഒരു കാര്യം ഉണ്ടാവില്ല. നമ്മളെ സംബന്ധിച്ച് മറ്റെല്ലാ മേഖല പോലെ വർഷാവർഷങ്ങളിൽ ശമ്പള വർധനവും വേണമെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഈ പോരാട്ടത്തിൽ നിൽക്കുന്ന നിങ്ങളെല്ലാവരും പ്രധാനമായിട്ടും അഭിവാദ്യം ചെയ്യാനുള്ള ഒരു കാര്യം സമരം നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ സമരം ചെയ്യുക എന്നത് നമ്മൾ 8 വർഷത്തിന് ശേഷം 2023 നമ്മൾ അതൊരു ചെയ്യാനുള്ള കേരളം വീട്ടിലെ വന്ന് ആ 2023 നമ്മൾ പറഞ്ഞ് 1 വർഷം കൊണ്ട് ഈ ശമ്പളം ഇപ്പോഴും പറഞ്ഞ 1 വർഷം കൊണ്ട് ഈ ശമ്പളം. ആ മാനേജ്മെന്റിനെ സംബന്ധിച്ച് നീട്ടിക്കൊണ്ടുപോകുക എന്നത് കാലാകാലമായിട്ട് അത് ചെയ്യണമായിരുന്നു. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ അറിയാതെ ടയർ പെട്രോൾ പമ്പ്. അപ്പോൾ അവിടെ കഴിയുമ്പോൾ പെട്രോൾ 5 കൂടി, അവർ ഡീസൽ 3 രൂപ കൂടിയത്. അപ്പോൾ നമ്മൾ ബാക്കിയുള്ളത് കൂടിയില്ലോ. അപ്പോൾ അവരോട് 23-ാം തീയതി ഇലക്ഷൻ കഴിഞ്ഞാൽ അപ്പം കൂടും. അപ്പോൾ ഈ ഡീസലിനും പെട്രോളും വില കൊടുക്കുന്നുണ്ടാകുമ്പോഴേക്കാം 30 തൊട്ട് കർപ്പൂരം വരുന്ന സാധനങ്ങൾക്ക് വീണ്ടും വില കൊടുക്കും. ആശുപത്രി ചികിത്സാ ഫീസ് ഇവിടെ വന്നു. പക്ഷെ അപ്പോൾ പണിയെടുക്കുന്ന ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാനില്ല തയ്യാറാണ്. അതിന് കാരണം നാം ഇത്രയും കാലം കാട്ടിയ നിശബ്ദതയാണ് ഇതിന് പ്രധാനപ്പെട്ട. നമ്മൾ ചോദിക്കാതെ നമുക്ക് ഏതെങ്കിലും വർഷം 1 രൂപ കൂടി കിട്ടും. തുടങ്ങിയ കാലത്ത് ആത്മാർത്ഥ ചോദിച്ചാൽ മതി. അന്ന് 2015 നമ്മൾ വന്ന് സമരം നടത്തി. അപ്പോൾ 2009 അത് കഴിഞ്ഞ് നമ്മൾ 84 കൊടുത്താൽ മതി ഇവിടെ സ്വന്തരാഷ്ട്രം. അപ്പോൾ 10,000 രൂപ മുതൽ 13,000 രൂപ വരെ ശമ്പളം. അപ്പോൾ നിങ്ങൾ ആശുപത്രി അല്ലേ 800 രൂപ പോകുന്ന ഈ ആശുപത്രി അവരോട് 650 രൂപ. ഇപ്പോൾ 750 രൂപയാണ് മെഡിക്കൽ കോളേജ് അറിയിച്ചത്. പക്ഷെ നിങ്ങൾ ഇപ്പോൾ അധികം 650 രൂപ. ശരിക്കും കണ്ടീഷൻ സാധാരണ നന്നായി എന്നാൽ രോഗിയാണെന്നാൽ അന്ന് രോഗികളുണ്ടാകും. അപ്പൊ നമുക്ക് ശമ്പളം ചെയ്യുമ്പോൾ മാത്രം വ്യക്തികൾ കുറയ്ക്കും. അല്ലാത്ത സമയത്ത് രോഗികളുടെ കാര്യം അവരുടെ ഫീസ് വളർന്ന കാര്യം ചെയ്യുമ്പോൾ ശമ്പളം കൂടുകയാണെങ്കിൽ പ്രതിൻ്റെ കൂടുകയും ചെയ്യുന്നൊരു പരിപാടി. ഞാൻ പറയുന്നത് ഇത്രയും കാലം നമ്മൾ എങ്ങനെ പറ്റിച്ചോ ഇനി ആ പരിപാടി നടക്കില്ല. കേരളം മുഴുവൻ നേഴ്സുമാർ ഒരു സെറ്റായി നിന്നുകൊണ്ട് സമരം ചെയ്യുമ്പോൾ നിങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ കൃഷികരക്കാരനാക്കിയ ഏറ്റവും വലിയ ആശങ്ക അല്ലേ? ആശങ്ക അവരെ ചർച്ച ചെയ്ത് നമ്മൾ ആശ്രമാക്കി കൊടുക്കും. അവർ ബിൽഡിംഗ് കെട്ടാൻ പറയും. ബിൽഡിംഗ് പട്ടിയിൽ ഒരു വാങ്ങുന്ന ഫീസ് കുറവാണ്. അപ്പം ഓരോ സമയത്തും നിങ്ങൾ പുതിയ ബിൽഡിംഗ് ഉണ്ടാകുന്നു, അതിന് ചില്ലെടുക്കുന്നു, അതിന് മറ്റു വ്യത്യാസങ്ങൾ വരുന്നു. പക്ഷേ അവിടെ പണി നിൽക്കുന്ന ജീവനക്കാർക്ക് മാത്രം മാറ്റില്ല. ആ സമയത്ത് അനുവദിക്കാൻ സാധിക്കുന്ന നിങ്ങളൊന്ന് വളരെ ചെയ്യാൻ നിങ്ങൾ ആശുപത്രി കണ്ടുകഴിയുമ്പോൾ ആശുപത്രിയുടേതായ അല്ലെങ്കിൽ ആശുപത്രി വളരെ ചെറുതാണ്. ആ തുടക്കക്കാർക്ക് 32,200 രൂപ ശമ്പളം കൊടുക്കും. തുടക്കക്കാർക്ക് വർഷേഴ്സ് അയച്ചാൽ ട്രെയിനിൽ കരുതപ്പെടാൻ കഴിയും. അത് കഴിഞ്ഞ്
10,000 രൂപയുടെ വർധനമാണ് ബാക്കി ആളുകൾക്ക് അവർ കൊടുക്കാൻ തീരുമാനിച്ചത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തിൽ നമ്മൾ പരിപാടിയിൽ ജൂബിലി പക്ഷേ സിഒ എന്ന് പറഞ്ഞു അവിടെ പ്രസവത്തിന് 9,000 രൂപ. ഇത് വെച്ച് കുറേ ആൾക്കാർ അവിടെ പ്രസവിക്കാൻ പാടണം, അവിടെ 30,000. ഇവരുടെയൊക്കെ ഇതിന് പ്രത്യേക തരത്തിലുള്ള ഒരു ടീമാണ്. ഇവർക്ക് കണക്ക് ചോദിച്ചാൽ മാത്രം ഇവർക്ക് മാത്രം അറിയുന്ന ഒരു സംഗതി. പിന്നെ ഇതിന് പേര് ചാരിറ്റി, അല്ലെ? ചാരിറ്റി എന്ന് പറയുന്നത് രോഗികൾക്കാണ് ചാരിറ്റി ഇടുക, അല്ലെ? അതാണ് നഴ്സുമാരുടെ ശമ്പളത്തിന് പിടിച്ചിട്ടുള്ള ചാരിറ്റിയാണ്. ആണോ? ഈ നഴ്സുമാരെ കുടുംബ കഴിവുകൾ അവർ മാലാകമാരാണ്. എന്ത് മാലാക? നിങ്ങൾക്ക് അടുത്ത് ചിറകുണ്ടോ? വീട്ടിൽ അതിന് പെട്രോൾ പമ്പ് പോയിട്ട് മാലാക പെട്രോൾ ചാർജുണ്ടോ? ബസ് കയറി പറഞ്ഞാൽ വില കുറവുണ്ടോ? അപ്പൊ നമുക്ക് കുടുംബമുണ്ട്, മാതാപിതാക്കളുണ്ട്, മക്കളുണ്ട്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ടുള്ള ശമ്പളം കിട്ടിയേ മതിയോ? ആ ശമ്പളം ഓരോ സമയത്തും ഈ സമൂഹത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള. അതുകൊണ്ടാണ് ഈ സമരം ഏറ്റവും ശക്തമായിട്ട് നമ്മൾ കൊണ്ടുപോകുന്നത്. കളിക്കുട്ടിലാണ് കുറച്ച് കൂടെ അടിച്ചാൽ എണീറ്റ് പോയിക്കോളും എന്നുള്ളൊരു കാരണം. അങ്ങനെ നമ്മുടെ അറ്റാക്ക് ദേവ്യഗോഡി നമ്മുടെ സമരക്കാർക്ക് തന്നെ നമുക്ക് ആത്മഹത്യ ഒരു ദിവസം അയച്ചു. അപ്പൊ എന്താ വെച്ചാൽ അറ്റാക്ക് വന്നു. ഞങ്ങൾ ഒരാൾക്ക് എതിരെ ഉണ്ടായിട്ട് അറിയിച്ചു വലിയ സുഖമുണ്ട്. കാരണം തട്ടിക്കൂട വേറെ ആളുണ്ട് ഓട്ടി മാനേജറാണ്. ഈ നഴ്സിംഗ് ഒരു സംഭവം എന്താ, നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു സ്ഥാനം കിട്ടിക്കഴിഞ്ഞാൽ അപ്പൊ എന്തിന്റെ അമ്മായിന്റെ പോകാൻ അവരാണ് ആ സ്ഥാപനം വിവരിച്ചിട്ടാണ്, അല്ലേ? അപ്പൊ ഇദ്ദേഹത്തിന് എപ്പോഴും പറയുന്ന ഇദ്ദേഹത്തിന് എല്ലാം വിശാഖത്തിന് പറയുക നഴ്സിംഗ് ഓഫീസറാണ്. അപ്പൊ അരിയ സാർ സാറിന് നിങ്ങൾ വിളിക്കണം, വിളിക്കാൻ ആൾക്കാർ നമ്മൾ പ്രവാസികളായിട്ടുണ്ട്. ഞാൻ അവർക്ക് ഇദ്ദേഹത്തിന് നമ്പർ കൊടുത്തോണ്ട് കാര്യമായിട്ട് എല്ലാവരും സാർ എന്ന് വിളിച്ചേക്കണം. അപ്പൊ അഖില ലോകാടിസ്ഥാനത്തിൽ എല്ലാവരും അദ്ദേഹം ചെയ്തു ആത്മഹത്യക്ക് ശ്രമിച്ചു വെഞ്ചിലോട്ട് കയറിയാണ്. അങ്ങനെ നമ്മളെ സമരം ചെയ്ത് 70 നഴ്സുമാർക്ക് കേസ് കൊടുത്തു. അപ്പൊ അവർക്ക് സി എ വിളിച്ചിട്ട് ധൈര്യം അറസ്റ്റ് ഇപ്പൊ കുറെ സ്ഥലത്ത് സമരം കഴിഞ്ഞിട്ട് അവരും കൂടി പുറത്തിറങ്ങി. അപ്പൊ അദ്ദേഹം പറഞ്ഞാൽ പോയി പരിശോധിച്ചിട്ട് വരാറുണ്ട്. അദ്ദേഹം പരിശോധിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു ഇപ്പൊ ഞാൻ ആരും അറസ്റ്റ് ചെയ്യാൻ പോയില്ല. പിറ്റേ ദിവസം ലാസ്റ്റ് ആശുപത്രിയിൽ വെച്ചിട്ട് നയലിടിച്ചു. അപ്പൊ ഞങ്ങളെ കാര്യങ്ങൾ ഇന്ത്യയിൽ കേരളത്തിൽ വെച്ചിട്ട് രോഗികളെ ആശുപത്രിയിലേക്ക് വിടും. കാരണം 10 ദിവസം എണീറ്റടങ്ങുന്ന ഒരു പ്രതിഭാസം ഈ ആശുപത്രി മാത്രമേ. അങ്ങനെ സമരത്തെ പൊളിക്കാൻ എന്ത് നെറുകെട്ട പ്രവർത്തനം നടത്തുന്ന ആശുപത്രി മാനേജ്മെന്റ് ഇവിടെ ചോദിച്ചാൽ ഞാൻ ഇതിന്റെ ശമ്പളത്തിന് സേവിലാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കുന്നത് ഇന്ത്യനെ പോലെ അൻസുവിന്റെ പ്രസംഗങ്ങൾ കേട്ടില്ലോ. കാരിത്താസ് ആശുപത്രിയില് അൻസു പ്രസംഗിച്ചെന്താ അവർക്ക് 46,000 രൂപ ശമ്പളമുണ്ട്. പക്ഷെ അവർക്ക് മാത്രം കിട്ടിയാൽ മതിയോ? അതിന് ടിൻഡൂർ മാത്രം കിട്ടിയാൽ പോരാ. ഇവിടെ ജോലി ചെയ്യുന്ന ഓരോ ദിവസം ഈ ശമ്പളം കിട്ടണമെന്നതാണ് നമ്മുടെ ആവശ്യം. അപ്പൊ ഇവിടെ ഏറ്റവും കൂടുതൽ ശമ്പളം കുറെ ആൾക്കാർ എന്ത് ചെയ്യും? കൊടുക്കും. ഇപ്പൊ നിങ്ങളുടെ ബേബി മോഡി 520 നഴ്സുമാർ 40 പേർക്ക് 80,000 കിട്ടുന്നു, 22 പേർക്ക് 60,000 കിട്ടുന്നു. ഇത് പറഞ്ഞിട്ട് ഒരു 350 ആൾക്കാരെ പേരെ വിടില്ല. എന്താ കാര്യം? അവർക്ക് 22,000 കൊടുക്കുന്നുള്ളൂ. കാരണം ഏറ്റവും കുറവ് കൊടുക്കുന്ന ആൾക്കാരെ ഏറ്റവും കൂടുതലേ. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ആൾക്കാർക്ക് നിങ്ങൾക്ക് 0 മുതൽ 10 വർഷക്കാരും കൂടുതൽ, അല്ലെ? 10 വർഷത്തിന് മുകളിലുള്ള ആൾക്കാർക്ക് എണ്ണം കുറവായി. അപ്പം ഇവർ ആളുകളിലേക്ക് ആ ആളുകളെ മാറ്റി വെച്ചുകൊണ്ട് മറ്റുള്ളവരുടെ ടീച്ചർ ഇടും. പക്ഷെ ഒരു കാര്യം പറഞ്ഞേക്കാം, ഇപ്പൊ നിങ്ങൾ കുറച്ച് ആൾക്കാരുണ്ട്. ഞങ്ങൾക്ക് നിങ്ങൾ പോകുമല്ലോ ഒരുപാട് കുട്ടികൾ അവരുടെ അംഗനവാടികളായിട്ട് പോകും. അപ്പോൾ ഓരോ സ്ഥലത്ത് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ആ ചർച്ചകൾ തീർന്നിട്ടും അമലയിലെ സമരം തീർന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം ഉറപ്പുവരാം, കേരളത്തിലെ മുഴുവൻ നഴ്സുമാരും ഈ അമല ആശുപത്രിക്ക് മുന്നിൽ നിരന്നുണ്ടാകും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പൊ ഒരു തരത്തിലുള്ള ഭരണക്കാരും സമരത്തിന് ഏറ്റവും ശക്തമായി നല്ല താമസിക്കുന്നത് അട്ടമാടിക്കൊന്ന് പോയിക്കാൻ ആകെ മഴ ആ മഴ കൂടി അച്ഛൻ കുറിച്ചുകളാണ്. അപ്പൊ അത്രയ്ക്ക് കരുതലുള്ള മനുഷ്യന്മാരാണ് ഈ നേരിടുന്നത് എന്നത്
ഓരോ ദിവസം പുതിയ സമർപ്പണത്തിനെടുത്തുകൊണ്ട് അവർ ആ ഭാഗം നയിച്ചുകൊണ്ടിരിക്കും. കാരണം നമ്മളെ സഹായിക്കാൻ ഇവിടെ ഒരു രാഷ്ട്രീയ പാർട്ടിയോ അല്ലെങ്കിൽ മറ്റുള്ളവരോ വരുന്നുള്ള ഒരു വ്യാപകം നീ താല്പര്യം. പക്ഷെ നിങ്ങൾക്ക് വേണ്ടി എഴുതാൻ മനസ്സാക്ഷി നിങ്ങൾ നോക്കിയാൽ മതി. ഓരോ തവണയും നിങ്ങളോടൊപ്പം ഇരിക്കുന്ന കാര്യം അവരനുബന്ധിക്കുന്ന വീടാണ്. അല്ലെങ്കിൽ ആശുപത്രിയിൽ മാത്രം ഒരു കരം പറയാൻ പറ്റുന്നത് ബാക്കി എല്ലാവർക്കും ആശുപത്രി പഠിച്ചുകൊണ്ടേ കിട്ടും. ഞാൻ ഇക്കോട്ട് ചോദിക്കാതെ ഇക്കോട്ട് ചോദിക്കുന്ന ആൾക്കാരുടെ 5 ആദ്യം കൊടുക്കും, പിന്നെ കുറച്ചു. ഇതെല്ലാം അറിയുന്ന ആളുകളാണ് പൊതുസമൂഹങ്ങൾ. അതുകൊണ്ട് എല്ലാവരുടെയും ഏറ്റവും ഉജ്ജ്വലമായി പോരാടുന്ന നിങ്ങൾക്ക് എല്ലാവരും സംസ്ഥാന അധ്യക്ഷ കമ്മിറ്റി അഭ്യർത്ഥിച്ചുകൊണ്ട് ജയിലിൽ